ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 206 തുടർച്ച. വാല്യം 5. 10 കന്യകകളുടെയും രാജകൊട്ടാരത്തിലെ കല്യാണത്തിന്റെയും ഉപമ. എല്ലാവരും ശരിക്കിരുന്നു കഴിഞ്ഞപ്പോൾ ഈശോ സംസാരിക്കാൻ തുടങ്ങി. രാജ്യത്തിൽ സ്വീകരിക്കപ്പെടുന്നതിന് അല്പം അറിവ് മതി എന്ന് അവരെ ബോധ്യപ്പെടുത്തണമായിരുന്നു. സന്മനസ്സുണ്ടെങ്കിൽ അറിയാവുന്ന അല്പസത്യത്തിന്മേൽ ഉറപ്പിച്ച് അധ്വാനിക്കും. അത് മതിയെന്ന് വിദൂര സ്ഥലത്തേക്ക് തിരിച്ചുപോയ എന്റെ സ്നേഹിതരെ പറഞ്ഞു മനസ്സിലാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഇനി നിങ്ങളോട് സംസാരിക്കാം. നിങ്ങൾ അവരെക്കാൾ വളരെ സന്തോഷമുള്ളവരാണ്. കാരണം നിങ്ങളുടെ സാമ്പത്തിക ചുറ്റുപാടുകൾ മെച്ചമാണ്. നിങ്ങൾക്ക് വചനം ശ്രവിക്കാൻ കൂടുതൽ അവസരം ലഭിച്ചിരിക്കുന്നു. അവർക്കാണെങ്കിൽ എന്റെ സ്നേഹം ചിന്ത വഴി മാത്രമേ പകരാൻ കഴിയൂ. ഇവിടെ എന്റെ സ്നേഹം വാക്കിലൂടെയും നൽകാൻ എനിക്ക് സാധിക്കുന്നു. അതിനാൽ ഭൂമിയിലും സ്വർഗത്തിലും നിങ്ങൾ കൂടുതൽ ശക്തരായി പരിഗണിക്കപ്പെടും. കാരണം അധികം ലഭിച്ചവരിൽ നിന്ന് അധികം ആവശ്യപ്പെടും. തങ്ങളുടേതായ കാരാഗൃഹത്തിലേക്ക് തിരിച്ചു പോകുന്ന എന്റെ ദരിദ്രരായ സ്നേഹിതർക്ക് ഒരു തരത്തിലും ക്ഷേമമില്ല. നേരെ മറിച്ച് ഏറ്റവും വലിയ സങ്കടങ്ങളുണ്ട്. അതിനാൽ അവർക്ക് ലഭിക്കുന്നത് നന്മ വരുമെന്നുള്ള വാഗ്ദാനങ്ങൾ മാത്രമാണ്. അതിൽ കവിഞ്ഞുള്ളതെല്ലാം കഴമ്പില്ലാത്തതായിരിക്കും. ഞാൻ ഗൗരവമായി പറയുന്നു, അവരുടെ ജീവിതം പരിഹാരത്തിന്റെയും വിശുദ്ധിയുടെയും ജീവിതമാണ്. വേറൊന്നും അവരുടെ മേൽ ചുമത്തേണ്ട കാര്യമില്ല. വീണ്ടും ഞാൻ ഗൗരവത്തിൽ തന്നെ പറയുന്നു, ബുദ്ധിമതികളായ കന്യകകളുടേതുപോലെ തന്നെ അവരുടെ വിളക്കുകൾ അണയാൻ അവർ സമ്മതിക്കുകയില്ല. അവർക്ക് അതണച്ചുകൂടെ? പാടില്ല. തങ്ങളുടെ വിളക്കിന്റെ പ്രകാശമാണ് അവരുടെ ഏക സമ്പത്ത്. അത് കൊടുക്കുവാൻ പറ്റുകയില്ല. ഞാൻ ഗൗരവമായി പറയുന്നു, ഞാൻ പിതാവിലായിരിക്കുന്നത് എങ്ങനെയോ അതുപോലെ ദരിദ്രരായവർ ദൈവത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ദൈവവചനമാകുന്ന ഞാൻ ദരിദ്രരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ ഞാൻ പിതാവിനോട് കൂടുതൽ അടുത്തിരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നത്. ദരിദ്രരിൽ ഏറ്റവും നിസ്സാരനെ പോലും പിതാവ് സ്നേഹിക്കുന്നു. അവരും തങ്ങളുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നു. സമ്പന്നന്മാർക്ക് ധാരാളം കാര്യങ്ങളുണ്ട്. ദരിദ്രർക്ക് ദൈവം മാത്രമേയുള്ളൂ. സമ്പന്നർക്ക് സ്നേഹിതരുണ്ട്. ദരിദ്രർക്ക് സ്നേഹിതരില്ല. അവർ തനിയെയാണ്. സമ്പന്നർക്ക് ധാരാളം സുഖസൗകര്യങ്ങളുണ്ട്. ദരിദ്രർക്ക് അതൊന്നും തന്നെ ഇല്ല. സമ്പന്നർക്ക് ശ്രദ്ധ ചെലുത്തേണ്ട നാനാവിധ വ്യഗ്രതകളുണ്ട്. ദരിദ്രർക്ക് അവരുടെ ജോലി മാത്രമേ ശ്രദ്ധിക്കേണ്ടതായുള്ളൂ. പണമുള്ളതുകൊണ്ട് സമ്പന്നർക്ക് എല്ലാം എളുപ്പമാണ്. പട്ടിണിയും രോഗവും മരണവും ഉണ്ടായേക്കുമോ എന്നുള്ള നിരന്തരമായ ഭയം അവരുടെ ജീവിതത്തിന്റെ കുരിശാണ്. എന്നാൽ ദരിദ്രർക്ക് ദൈവമുണ്ട്. അവരുടെ സ്നേഹിതൻ, ആശ്വാസദായകൻ, സ്വർഗീയ പ്രതീക്ഷയാൽ ഹൃദയത്തെ നിറച്ച് അനുദിന വേദനകളിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നവൻ, ഇപ്രകാരം അവർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിവ് നൽകുന്നവൻ, പിതാവേ, അങ്ങേ കാരുണ്യത്താൽ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ എന്ന് അവർ ദരിദ്രരായതുകൊണ്ട്, എളിമയുള്ളവരായതുകൊണ്ട്, സഹായത്തിന് ആരും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ അവർക്കറിയാം. എന്റെ സ്നേഹിതനായ ലാസറസിന്റെ പുരയിടത്തിൽ നിന്ന് ഇങ്ങനെ പറയുന്നത് വിചിത്രമായിരിക്കുന്നുവെന്ന് തോന്നിയേക്കാം. അവൻ ധനികനാണെങ്കിലും എന്റെയും ദൈവത്തിന്റെയും സ്നേഹിതനാണ്. സാധാരണ ധനവാന്മാരിൽ നിന്ന് ലാസറസ് വ്യത്യസ്തനാണ്. ഭൂമിയിൽ കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടുള്ള ആ പുണ്യം ലാസറസ് അഭ്യസിച്ചിട്ടുണ്ട്. ഈ പുണ്യം മറ്റുള്ളവരുടെ ഉപദേശം കൊണ്ട് അഭ്യസിക്കാൻ സാധ്യത കുറവാണ്. അതായത് സ്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന പുണ്യം. ലാസറസ് നീതിമാനാകുന്നു. അവന് ഈ പ്രസംഗം കൊണ്ട് വിഷമമില്ല. അവന് വിഷമമുണ്ടാകാത്തതിന് കാരണം ലാസറസിനറിയാം താൻ സമ്പന്നനായ ദരിദ്രനാണെന്ന്. പരോക്ഷമായ എന്റെ കുറ്റപ്പെടുത്തൽ അയാളെ വേദനിപ്പിക്കയില്ല. തന്നെയുമല്ല, വലിയ ആളുകളുടെ ലോകം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണെന്ന് അയാൾക്കറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഞാൻ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് ഇതാണ്: ദരിദ്രനായവന് ദൈവത്തിലായിരിക്കുക എന്നത് സമ്പത്തുള്ളവനേക്കാൾ വളരെ എളുപ്പമാണ്. എന്റെയും നിങ്ങളുടെയും പിതാവിന്റെ ഭവനത്തിൽ സ്വർഗത്തിൽ അനേകം ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്നത്
ഭൂമിയിൽ മനുഷ്യർ ചവിട്ടി നടക്കുന്ന പൊടി പോലെ നികൃഷ്ടരായി നിന്ദിതരായി കഴിഞ്ഞിരുന്ന അനേകരായിരിക്കും. ദരിദ്രർ ദൈവവചനം വിലയേറിയ മുത്തുകൾ എന്ന പോലെ തങ്ങളുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്നു. അവരുടെ ഏകനിധി അത് മാത്രമാണ്. വിലയേറിയ ഒരു സാധനം മാത്രമുള്ളവൻ അത് ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കും. വിലയേറിയ ധാരാളം സാധനങ്ങൾ ഉള്ളവൻ അഹങ്കാരിയും വിഷയാസക്തി ഉള്ളവനും അലസനും ശ്രദ്ധയില്ലാത്തവനുമായിരിക്കും. അതുകൊണ്ടാണ് ദൈവം നൽകുന്ന ദാനത്തെ എളിയ കണ്ണുകൾ കൊണ്ട് കാണാനും വിലമതിക്കാനും കഴിയാത്തത്. തന്നെയുമല്ല, നശ്വരമായ ഈ ലോകത്തിന്റെ നന്മകളുമായി ഇതിനെ കൂട്ടിക്കുഴച്ച് ഇങ്ങനെ പറയും: എന്നെപ്പോലെ തന്നെയുള്ള ഒരു മനുഷ്യൻ പറയുന്നത് സ്വീകരിക്കുന്നത് എന്റെ ഔദാര്യം കൊണ്ടാണ്. അതിസ്വാഭാവികമായവയെ രുചിച്ചറിയാനുള്ള കഴിവ് സ്വന്തം ജഡികാസക്തി നിമിത്തം ദുർബലമാക്കുകയും ചെയ്യും. ജഡത്തിന്റെ ശക്തമായ രുചി, അതെ, അതിന്റെ ദുർഗന്ധവും പഴുത്ത പോലുള്ള ചുവയും മറച്ചു കളയത്തക്ക രുചി എന്ന് ഞാൻ പറയും. എന്നാൽ ശ്രദ്ധിച്ചു കേൾക്കൂ. ലോകത്തിലെ വ്യഗ്രതകളും സമ്പത്തും ജഡികാനന്ദങ്ങളും എല്ലാം സ്വർഗരാജ്യ പ്രവേശനത്തിന് എങ്ങനെ തടസ്സമാകുന്നുവെന്ന് നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാകും. ഒരിക്കൽ ഒരു രാജാവ് സ്വന്തം മകന്റെ വിവാഹം ആഘോഷിച്ചു. കൊട്ടാരത്തിലെ വിരുന്ന് സൽക്കാരങ്ങൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഏകപുത്രന്റെ വിവാഹം. അവന് പ്രായപൂർത്തിയായി വിവാഹ വാഗ്ദാനം ചെയ്തിരുന്ന പ്രിയവധുവിനെ വിവാഹം ചെയ്യാൻ പോകുന്നു. മകന്റെ സന്തോഷത്തിന് ഒരു കുറവും വരരുതെന്ന് പ്രിയ പിതാവ് ആഗ്രഹിച്ചു. വിവിധ ആഘോഷ പരിപാടികളിൽ ഒന്ന് വമ്പിച്ച ഒരു വിരുന്നായിരുന്നു. എല്ലാത്തരം വിഭവങ്ങളും ഒരുക്കുന്ന കാര്യത്തിൽ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിച്ച് അത് കൃത്യസമയത്ത് നടത്താൻ ഒരുക്കങ്ങൾ ചെയ്തു. നേരത്തെ തന്നെ ഭൃത്യന്മാരെ അയച്ച് സ്നേഹിതരെയും ബന്ധുക്കളെയും രാജ്യത്തിലെ പ്രധാനികളെയും ക്ഷണിച്ചു. വിവാഹത്തിന് നിശ്ചയിച്ചിരിക്കുന്ന കൃത്യസമയം അറിയിക്കുകയും മകന് അനുയോജ്യമായ അകമ്പടി ആകണമെന്ന് പ്രത്യേകം അറിയിക്കുകയും ചെയ്തു. എന്നാൽ സ്നേഹിതരും അയൽവാസികളും പ്രധാനികളും ക്ഷണം സ്വീകരിച്ചില്ല. എന്നാൽ ആദ്യം അയച്ച ഭൃത്യന്മാർ വേണ്ട വിധം പറയാതിരുന്നിട്ടായിരിക്കുമെന്ന് വിചാരിച്ച് രാജാവ് വീണ്ടും ഭൃത്യന്മാരെ അയച്ചു. എല്ലാം തയ്യാറാക്കിയിരിക്കുന്നു, ദയവായി വരിക. വിരുന്നുമേശ ഒരുക്കി കഴിഞ്ഞു. വിശേഷതരം വീഞ്ഞുകൾ വരുത്തിയിട്ടുണ്ട്. കാളകളെയും കൊഴുത്ത മറ്റു കാലികളെയും കൊന്ന് പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീകൾ റൊട്ടിയും വിശേഷപ്പെട്ട പലഹാരങ്ങളും ഉണ്ടാക്കാൻ മാവ് കുഴയ്ക്കുകയും ബദാം പൊടിക്കുകയും മസാലകൾ തയ്യാറാക്കുകയും ചെയ്യുന്നു. ഏറ്റവും പ്രസിദ്ധരായ നൃത്തക്കാരും വാദ്യക്കാരും വരാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിനാൽ വരൂ, നിങ്ങൾ വന്നില്ലെങ്കിൽ എല്ലാം നിഷ്ഫലമായി പോകും. എന്നാൽ സ്നേഹിതരും സഖ്യത്തിലുള്ളവരും പ്രമാണികളും ക്ഷണം നിരസിക്കുകയും ഇങ്ങനെ പറയുകയെല്ലാമാണ് ചെയ്തത്: ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. ചിലർ ക്ഷണം സ്വീകരിച്ചതുപോലെ അഭിനയിച്ചു, എന്നിട്ട് അവരവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചു. ചിലർ വയലിലേക്ക് പോയി, ചിലർ കച്ചവട സ്ഥലത്തേക്കും വേറെ ചിലർ ഇത്രയും ശ്രേഷ്ഠമല്ലാത്ത കാര്യങ്ങളിലും ഏർപ്പെട്ടു. എന്നാൽ ചില ആളുകൾ ഭൃത്യന്മാരുടെ നിർബന്ധം കേട്ട് സഹികെട്ട് അവരിൽ ചിലരെ പിടിച്ചു കൊന്നു. കാരണം ഭൃത്യന്മാരിൽ ചിലർ ഇങ്ങനെ പറഞ്ഞു: രാജാവിന്റെ ക്ഷണം നിരസിക്കരുത്, നിരസിച്ചാൽ നിങ്ങൾക്ക് വിഷമമുണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ഥിതിഗതികൾ ഭൃത്യന്മാർ തിരിച്ചു ചെന്ന് രാജാവിനെ അറിയിച്ചു. കോപം പൂണ്ട് രാജാവ് പടയാളികളെ അയച്ച് കൊലയാളികൾക്ക് നല്ല ശിക്ഷ കൊടുപ്പിച്ചു. ക്ഷണം സ്വീകരിക്കാതെ നിന്ന കാണിച്ചവരെയും പ്രഹരമേൽപ്പിച്ചു. വിവാഹത്തിൽ പങ്കുകൊള്ളാമെന്ന് വാക്കുകൊടുത്തവർക്ക് സമ്മാനങ്ങൾ കൊടുക്കാനും രാജാവ് നിശ്ചയിച്ചു. എന്നാൽ ആഘോഷം നിശ്ചയിച്ചിരുന്ന സമയത്ത് വിവാഹത്തിന്റെ തലേദിവസം വൈകിട്ട് ഒരാൾ പോലും എത്തിയില്ല. രാജാവിന് കടുത്ത അമർഷം തോന്നി. ഭൃത്യരെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു: വിവാഹത്തിന്റെ തലേ രാത്രിയിൽ എന്റെ മകന് സ്വാഗതമരുളാൻ ആളില്ലാതെ വരാൻ ഒരു വിധത്തിലും സാധ്യമല്ല. വിരുന്ന് തയ്യാറായിരിക്കുന്നു, എന്നാൽ ക്ഷണിക്കപ്പെട്ട ഒരുത്തർക്കും അതിൽ പങ്കെടുക്കുവാൻ അർഹതയില്ല. എന്നാൽ തന്നെ എന്റെ പുത്രന്റെ വിവാഹ വിരുന്ന് നടത്തണമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ചന്തയിലേക്കും തെരുവുകളിലേക്കും നാൽക്കവലകളിലേക്കും പോയി
കാണുന്നവരെയെല്ലാം ക്ഷണിക്കൂ. അവിടവിടെ നിൽക്കുന്ന എല്ലാവരെയും വിളിച്ചു കൂട്ടുക. വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറയട്ടെ. ആഹ്ലാദിക്കുന്ന ആളുകളെ കൊണ്ട് നിറയട്ടെ. ഭൃത്യന്മാർ പോയി തെരുവുകളിലേക്കും കവലകളിലേക്കും ചന്തസ്ഥലത്തേക്കും എല്ലാം പോയി ആളുകളെ സ്വീകരിച്ചു. നല്ലവരും മോശമായിട്ടുള്ളവരും പണക്കാരും പാവപ്പെട്ടവരും എല്ലാം ആ ഗണത്തിലുണ്ടായിരുന്നു. എല്ലാവരെയും കൊട്ടാരത്തിലേക്ക് കയറ്റി വിരുന്നുശാലയിൽ പ്രവേശിക്കുന്നതിന് ആവശ്യമായി വരുന്നവയെല്ലാം കൊടുത്തു. അവസാനം അവരെ വിരുന്നുശാലയിലേക്ക് ആനയിച്ചു. രാജാവ് ആഗ്രഹിച്ചതുപോലെ ആഹ്ലാദഭരിതരായ ആളുകളെ കൊണ്ട് വിവാഹ വിരുന്നുശാല നിറഞ്ഞു. സദ്യ ആരംഭിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ രാജാവ് വിരുന്നുശാലയിലേക്ക് ചെന്നു. അപ്പോഴതാ ഒരു മനുഷ്യൻ. ഭൃത്യന്മാർ വേണ്ടതെല്ലാം കൊടുക്കുമായിരുന്നിട്ടും വിവാഹവസ്ത്രം ധരിക്കാതിരിക്കുന്നു. രാജാവ് അയാളോട് ചോദിച്ചു, വിവാഹവസ്ത്രം കൂടാതെ നീ എങ്ങനെ വിരുന്നുശാലയിൽ പ്രവേശിച്ചു? എന്തു മറുപടി പറയണമെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. കാരണം ഒരു ന്യായവും പറയാനില്ല. അപ്പോൾ ഭൃത്യന്മാരെ വിളിച്ച് രാജാവ് പറഞ്ഞു, ഈ മനുഷ്യനെ പുറത്തു കൊണ്ടുപോയി കൈകാലുകൾ ബന്ധിച്ച് കഠിന തണുപ്പുള്ള ഇരുട്ടുകുഴിയിലെ ചെളിയിലേക്ക് എറിയുക. അവിടെ കരഞ്ഞും പല്ലുകടിച്ചും അവൻ കഴിയട്ടെ. അവന്റെ നന്ദിഹീനതയ്ക്ക് അർഹമായത് ലഭിക്കട്ടെ. മലിനമായ അവന്റെ വസ്ത്രത്തോടുകൂടെ വിരുന്നുശാലയിൽ പ്രവേശിച്ചത് വഴി അവൻ എന്നെയും എന്നേക്കാൾ കൂടുതലായി എന്റെ പുത്രനെയും അവഹേളിച്ചിരിക്കുന്നു. എന്റെ പുത്രനും വിരുന്നുശാലയ്ക്കും യോജിക്കാത്തതൊന്നും അവിടെ പ്രവേശിക്കാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ ലൗകികമായ വ്യഗ്രതകൾ, അത്യാഗ്രഹം, ജഡികാസക്തി, ക്രൂരത എന്നിവ രാജാവിന്റെ കോപം വിളിച്ചു വരുത്തുന്നു. ഈ ദുർഗുണങ്ങളുടെ സന്തതികൾ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ ഒരിക്കലും താല്പര്യം കാണിക്കുകയില്ല. അതുപോലെ തന്നെ പുത്രന് വേണ്ടി ക്ഷണിക്കപ്പെട്ട ചിലരെല്ലാം ശിക്ഷിക്കപ്പെടാനിടയായതും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദൈവം തന്റെ വചനത്തെ നൽകിയ എത്രയധികം ആളുകൾ ഇക്കാലത്ത് ഈ നാട്ടിലുണ്ട്. ദൈവം ബന്ധുക്കളെയും മിത്രങ്ങളെയും വലിയ ആളുകളെയും തന്റെ ഭൃത്യന്മാർ വഴി ക്ഷണിച്ചിരിക്കുന്നു, ഇനിയും ക്ഷണിക്കും. എന്റെ വിവാഹം അടുക്കുമ്പോൾ കൂടുതൽ ശക്തിയായി ക്ഷണിക്കും. എന്നാൽ അവർ ഈ ക്ഷണം സ്വീകരിക്കുകയില്ല. കാരണം അവർ ആത്മാർത്ഥതയില്ലാത്ത ബന്ധുക്കളാണ്, കപട സ്നേഹിതരാണ്. വലിയവരെന്ന ഭാവം മാത്രമേ പ്രമാണികൾക്കുള്ളൂ. അവർ എല്ലാം അധമന്മാരാണ്. ഈശോയുടെ സ്വരം ഉയർന്നു വരുന്നു. രണ്ട് രത്നങ്ങൾ പോലെ കണ്ണുകൾ പ്രകാശിക്കുന്നു. ചന്ദ്രികയില്ലാത്ത രാത്രി ആയതുകൊണ്ട് ഈശോയുടെയും ശ്രോതാക്കളുടെയും ഇടയ്ക്കുള്ള സ്ഥലത്ത് തീ കത്തിച്ചിട്ടുണ്ട്. അതിന്റെ പ്രകാശത്തിൽ ആ കണ്ണുകൾ വെട്ടിത്തിളങ്ങുന്നു. അതെ, അവർ അധമന്മാരാണ്. രാജാവിന്റെ ക്ഷണം ഒരു ബഹുമതിയാണെന്നും അത് സ്വീകരിക്കേണ്ടത് അവരുടെ കടമയാണെന്നും വിചാരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം അവർ അധമന്മാരായത് തന്നെ. അഹങ്കാരവും ധാർഷ്ട്യവും ജഡികാസക്തിയും ഒരു ഭിത്തി പോലെ അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നു. ദുഷ്ടരായതിനാൽ അവർ എന്നെ വെറുക്കുകയാണ്. അതിനാൽ എന്റെ വിവാഹ വിരുന്നിൽ സംബന്ധിക്കുവാൻ വരികയില്ല. വരാൻ അവർക്ക് ഇഷ്ടമില്ല. അവർക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് അവരുടെ ദുഷിച്ച തന്ത്രങ്ങളും അതിലും മലിനമായ പണവും ഏറ്റവും മലിനമായിട്ടുള്ളത് ജഡികാസക്തിയുമാണ്. അവർ ഇഷ്ടപ്പെടുന്നത് ദ്രോഹപരമായ കണക്കുകൂട്ടലുകളും ഗൂഢതന്ത്രങ്ങളും കെണികളും കുറ്റകൃത്യങ്ങളുമാണ്. ദൈവനാമത്തിൽ അവയെയെല്ലാം ഞാൻ കുറ്റം വിധിക്കുന്നു. തന്നിമിത്തം ഇങ്ങനെ സംസാരിക്കുന്ന സ്വരത്തെയും അവർ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന വിരുന്നിനെയും അവർ വെറുക്കുകയാണ്. ദൈവത്തിന്റെ ഭൃത്യരെ കൊല്ലുന്ന അവരെ ഈ ജനത്തിന്റെ ഇടയിലാണ് അന്വേഷിക്കേണ്ടത്. ഇക്കാലം വരെയും ഭൃത്യരായി വന്നത് പ്രവാചകരാണ്. ഇനി മുതൽ എന്റെ ശിഷ്യരായിരിക്കും ദൈവത്തിന്റെ ഭൃത്യന്മാർ. ശരി, ഞങ്ങൾ വരാം എന്ന് പറയുകയും ഒരു കാലത്തും വരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മനസ്സിൽ ചിന്തിക്കുകയും അങ്ങനെ ദൈവത്തെ കബളിപ്പിക്കാൻ തുനിയുകയും ചെയ്യുന്നവർ ഈ ജനത്തിലുണ്ട്. ഇസ്രായേലിൽ ഇത്തരക്കാരെല്ലാം ഉണ്ട്. സ്വർഗീയ രാജാവ് അപ്പോൾ തന്റെ ഭൃത്യരെ നാൽക്കവലകളിലേക്ക് അയക്കും. സ്നേഹിതരും ബന്ധുക്കളും ഉന്നതന്മാരുമായവരുടെ പക്കലേക്കല്ല, പിന്നെയോ വഴിയെ പോകുന്ന ആളുകളുടെ പക്കലേക്ക്. പുത്രന് അനുയോജ്യമായ ഒരു വിവാഹാഘോഷം നടത്തുന്നതിന്
ആളുകൾ വേണമല്ലോ. എന്നിലൂടെ, പുത്രനും ദാസനുമായ എന്നിലൂടെ ആളുകളെ വിളിച്ചുകൂട്ടാൻ തുടങ്ങിക്കഴിഞ്ഞു. പെരുവഴിയിലുള്ളവർ അവർ ആരായിരുന്നാലും വരും. അവർ വന്നു തുടങ്ങിക്കഴിഞ്ഞു. സ്വയം ശുദ്ധി വരുത്തി വൃത്തിയായിട്ടുള്ള വസ്ത്രം ധരിച്ച് വിവാഹ വിരുന്നിൽ പങ്കെടുക്കാൻ ഞാൻ അവരെ സഹായിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ഈ ധാരാളതയെ ദുരുപയോഗിക്കുന്ന ചില ആളുകൾ കാണും. ദൈവം അവന് പരിമള തൈലവും രാജകീയ വസ്ത്രങ്ങളും നൽകുന്നത് അവൻ യഥാർത്ഥത്തിൽ ആയിരിക്കുന്നതിനേക്കാൾ വലിയവനായി കാണപ്പെടുന്നതിനാണ്. സമ്പന്നനും വിവാഹ വിരുന്നിൽ പങ്കെടുക്കാൻ അർഹതയുള്ളവനുമാക്കേണ്ടതിനാണ് അത് നൽകുന്നത്. എന്നാൽ ഈ ധാരാളതയെ ഏറ്റവും ഹീനമായ കാര്യങ്ങൾക്കായി അവർ ഉപയോഗപ്പെടുത്തുന്നു. അതായത് അത് വിറ്റ് ലാഭമുണ്ടാക്കാൻ ശ്രമിക്കും. ദുഷ്ടത നിറഞ്ഞ ആത്മാവ് എല്ലാ തിന്മകളുടെയും സമ്മിശ്രമാകുന്ന നീരാളിയുടെ മനം പുരട്ടുന്ന ആശ്ലേഷത്തിൽ അമർന്നിരിക്കുകയാണ്. അനീതിയായി ലാഭമുണ്ടാക്കാനായി അവന് ലഭിച്ച പരിമള തൈലവും വിശേഷപ്പെട്ട വസ്ത്രങ്ങളും അവൻ വിൽക്കും. പുത്രന്റെ വിവാഹ വിരുന്നിന് അവ ഉപയോഗിക്കുകയില്ല. എന്നാൽ സാത്താനുമായുള്ള വിവാഹത്തിന് അത് ഉപയോഗിക്കും. ഇപ്പറഞ്ഞതെല്ലാം സംഭവിക്കും. കാരണം വിളിക്കപ്പെടുന്നത് അനേകരാണ്. എന്നാൽ തങ്ങളുടെ വിളിയിൽ വിശ്വസ്തരായി നിലനിൽക്കാൻ അറിയുന്ന കുറച്ചുപേർ മാത്രമേ തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. എന്നാൽ ദുഷ്ടന്മാർക്ക് സംഭവിക്കാൻ പോകുന്നത് ഇതാണ്: ജീവിപ്പിക്കുന്ന പോഷണം ഉപേക്ഷിച്ച് ചീഞ്ഞഴുകിയ ഭക്ഷണം തേടിപ്പോകുന്ന ചെന്നായ്ക്കൾ ശിക്ഷിക്കപ്പെടും. അവർ വിരുന്നുശാലയിൽ നിന്ന് പുറത്തേക്ക് എറിയപ്പെടും. ചെളി നിറഞ്ഞ ഇരുട്ടുകുഴിയിലേക്ക്, സാത്താൻ ദുഷ്ടതയോടെ പല്ലിളിച്ച് കാട്ടിക്കൊണ്ടിരിക്കുന്ന നിത്യമായ ശിക്ഷയുടെ കുളത്തിലേക്ക് എറിയപ്പെടും. ഒരാത്മാവിന്റെ മേൽ ജയം നേടിയതിനാണ് സാത്താൻ ആഹ്ലാദിക്കുന്നത്. തങ്ങളെ ക്ഷണിച്ച ധാരാളതയെ അനുഗമിക്കാതെ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ താല്പര്യം കാണിച്ച ഭ്രാന്തന്മാരുടെ നിരാശ നിറഞ്ഞ നിലയ്ക്കാത്ത കരച്ചിലിന്റെ ശബ്ദം അവിടെ കേൾക്കപ്പെടും. ഇനി നമുക്ക് എഴുന്നേൽക്കാം, പോയി വിശ്രമിക്കാം. ബെഥനിയിലെ പൗരന്മാരായ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുകയും എന്റെ സമാധാനം നിങ്ങൾക്ക് തരികയും ചെയ്യുന്നു. പ്രത്യേകമായി എന്റെ സ്നേഹിതൻ ലാസറസിനെയും മർത്ത, നിന്നെയും ഞാൻ അനുഗ്രഹിക്കുന്നു. എന്റെ പഴയവരും പുതിയവരുമായ ശിഷ്യരെ ഞാൻ അനുഗ്രഹിക്കുന്നു. രാജാവിന്റെ വിവാഹ വിരുന്നിന് ആളുകളെ ക്ഷണിക്കാൻ ഇവരെ ലോകത്തിലേക്ക് ഞാൻ അയക്കും. എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിന് എല്ലാവരും മുട്ടുകുത്തുക. പത്രോസേ, ഞാൻ പഠിപ്പിച്ച പ്രാർത്ഥന ഇവിടെ എന്റെ അടുത്ത് വന്ന് നിന്ന് ചൊല്ലുക. കാരണം ഈ ജോലിക്കായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവർ അങ്ങനെയാണ് അത് ചൊല്ലേണ്ടത്. എല്ലാവരും വൈക്കോലിന്മേൽ മുട്ടുകുത്തി. ഈശോയും പത്രോസും മാത്രം നിൽക്കുന്നു. നല്ല ഉയരമുള്ള ഈശോ ലിനൻ കൊണ്ടുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. എത്ര സുന്ദരനായിരിക്കുന്നു! പത്രോസിന്റെ വസ്ത്രം കടും തവിട്ടു നിറത്തിലുള്ളതാണ്. വികാരതരളിതനായി വിറയാർന്നത് പോലെയുള്ള ശബ്ദത്തിൽ, വളരെ സാവധാനത്തിൽ, തെറ്റുവരാതെ ശ്രദ്ധിച്ച് പത്രോസ് പ്രാർത്ഥിക്കുന്നു: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പുരുഷന്മാരും സ്ത്രീകളും തേങ്ങിക്കരയുന്നത് കേൾക്കാം. മാർജിയ മേരിയുടെ മുമ്പിൽ മുട്ടിന്മേൽ നിൽക്കുന്നു. മേരി അവന്റെ കരങ്ങൾ ചേർത്ത് കൂപ്പിപ്പിടിച്ചിരിക്കുകയാണ്. ഒരു ദേവദൂതന്റേത് പോലുള്ള പുഞ്ചിരിയോടെ അവൻ ഈശോയെ നോക്കിക്കൊണ്ട് താണസ്വരത്തിൽ പറയുന്നു: നോക്കിക്കേ അമ്മേ, അവൻ എത്ര സുന്ദരനായിരിക്കുന്നു! ഞാൻ സ്വർഗത്തിലാണെന്നാ തോന്നുന്നത്. എന്റെ അമ്മ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരിക്കുമോ? മേരിയും താണസ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവനെ ചുംബിക്കുന്നു. ഉണ്ട് മകനെ, അവൾ ഇവിടെയുണ്ട്. അവൾ ഈ പ്രാർത്ഥന പഠിക്കുകയാണ്. അപ്പോൾ ഞാനും അത് പഠിക്കുമോ? നീ ഉറങ്ങുമ്പോൾ അവൾ ആ പ്രാർത്ഥന നിന്റെ ചെവിയിൽ രഹസ്യമായി പറഞ്ഞു തരും. പിന്നെ പകൽ സമയത്ത് ഞാൻ അത് ആവർത്തിച്ച് പറഞ്ഞു തരും. ബാലൻ അവന്റെ കറുത്ത മുടിയുള്ള തല പുറകോട്ട് തിരിച്ച് മേരിയുടെ നെഞ്ചിൽ വച്ച് നിൽക്കുകയാണ്. ഈശോ മോശയുടെ പ്രമാണമനുസരിച്ചുള്ള വളരെ ആഘോഷമായ ആശീർവാദം നൽകുന്നു. അനന്തരം എല്ലാവരും എഴുന്നേറ്റ് അവരവരുടെ വസതികളിലേക്ക് പോകുന്നു. അല്പസമയം കൂടെ ഈശോയോടൊത്തായിരിക്കാൻ ലാസറസ് ഈശോയെ അനുഗമിച്ച് സൈമന്റെ വീട്ടിലേക്ക് കയറുന്നു. മറ്റുള്ളവരും വന്നു.
കറിയോത്തുകാരൻ മാത്രം അല്പം ഇരുണ്ട ഒരു മൂലയ്ക്ക് ഇടിവ് പറ്റിയതുപോലെ ഇരിക്കുകയാണ്. മറ്റുള്ളവരോടൊപ്പം ഈശോയുടെ അടുത്തേക്ക് പോകാൻ അവൻ ധൈര്യപ്പെടുന്നില്ല. ലാസറസ് ഈശോയെ അനുമോദിച്ച് സംസാരിക്കുന്നു. "ഓ, അങ്ങ് പോകുന്നത് കാണുവാൻ എനിക്ക് വിഷമമാണ്. എന്നാൽ 2 ദിവസം മുമ്പാണ് പോയിരുന്നതെങ്കിൽ എന്റെ ദുഃഖം ഇതിലും വലുതാകുമായിരുന്നു." "എന്തുകൊണ്ടാണ് ലാസറസേ?" "കാരണം നീ വളരെ ക്ഷീണിതനും ദുഃഖിതനുമായി കാണപ്പെട്ടു. നീ ഒന്നും പറഞ്ഞില്ല, പുഞ്ചിരിയും ഉണ്ടായിരുന്നില്ല. ഇന്നലെയും ഇന്നും നീ വീണ്ടും എന്റെ കരുണയേറിയ വിശുദ്ധ ഗുരുവായിട്ടാണ് കാണപ്പെടുന്നത്. അത് എന്നെ സന്തോഷവാനാക്കുന്നു." "ഞാൻ ഒന്നും സംസാരിച്ചില്ലെങ്കിലും അപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു." "ശരിയാണ്, എന്നാൽ നീ പ്രശാന്തതയും വചനവുമാണ്. അതാണ് ഞങ്ങൾ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ ഉറവകളിൽ നിന്ന് ഞങ്ങൾ കുടിക്കുന്നു." ആ ഉറവകൾ പറ്റിപ്പോയതുപോലെ തോന്നി. ഞങ്ങളുടെ ദാഹം എത്ര വേദനാജനകമായിരുന്നു. പുറംജാതികൾക്കും വിസ്മയം തോന്നി, കാരണം അവരും ആ ഉറവകൾ അന്വേഷിച്ചാണ് വന്നത്. സെബദിയുടെ പുത്രൻ ജോൺ കറിയോത്തുകാരന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ യൂദാ ധൈര്യം പൂണ്ട് പറയുന്നു, "ശരിയാണ്, എന്നോടും അവൻ അന്വേഷിച്ചു. കാരണം നിന്നെ തേടി ഞാൻ പല പ്രാവശ്യം അന്റോണിയായിൽ ചെന്നിരുന്നു." "ഞാൻ എവിടെയാണെന്ന് നിനക്കറിയാമായിരുന്നല്ലോ," ഈശോ ചുരുക്കമായി പറഞ്ഞു. "എനിക്കറിയാമായിരുന്നു, എന്നാൽ ഞാൻ വിചാരിച്ചത് നിന്നെ തേടി നടന്നവരെ നീ നിരാശപ്പെടുത്തുകയില്ലെന്നാണ്." "റോമാക്കാർക്കും നിരാശയായിപ്പോയി. എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ." "എന്നോട് നീ ചോദിക്കുകയാണോ? സൻഹെദ്രിൻ സഭയും പ്രീശരും മറ്റു പലരും എന്നോട് എങ്ങനെയുള്ള മനോഭാവത്തിലാണെന്ന് നിനക്കറിവില്ലേ?" "എന്ത്, നിനക്ക് ഭയമായിരുന്നെന്നോ?" "എനിക്ക് അറപ്പായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ തനിയെ ആയിരുന്നപ്പോൾ ലോകം മുഴുവനും എനിക്കെതിരും ഞാൻ ഒറ്റയ്ക്കും. ഞാൻ പ്രവാചകനാണോ എന്ന് പോലും ലോകം അറിയാതിരുന്ന സമയത്ത് എനിക്ക് പേടിയൊന്നുമില്ലെന്ന് ഞാൻ വ്യക്തമാക്കിയിരിക്കുന്നു." "അന്നത്തെ ആ തന്റേടത്തിന്റെ ഒരു നേട്ടമായിരുന്നു നീ." "എനിക്കെതിരെ കൂക്കി വിളിക്കുന്ന ലോകം മുഴുവനുമെതിരായി ഞാൻ പ്രസംഗിച്ചു. ദൈവസ്വരം വിസ്മരിച്ചു പോയ ഒരു ജനത്തെ ആ സ്വരം ഞാൻ കേൾപ്പിച്ചു. ദൈവാനുഭവത്തിലുണ്ടായിരുന്ന പദാർത്ഥപരമായ അഴുക്കെല്ലാം നീക്കി അതിനെ വെടിപ്പാക്കി. അതിൽ കൂടിയിരുന്ന ധാർമ്മിക മാലിന്യങ്ങൾ നീക്കാൻ കഴിയുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു താനും. മനുഷ്യരുടെ ഭാവി എനിക്ക് അജ്ഞാതമല്ല, എന്നാൽ എന്റെ കടമ ഞാൻ നിർവഹിക്കേണ്ടിയിരുന്നു. നിത്യനായ കർത്താവിന്റെ ഭവനം തട്ടിപ്പുകാർ, പിടിച്ചുപറിക്കാർ, കള്ളന്മാർ ഇത്യാദി ആളുകളുടെ വിളയാട്ടത്തിനുള്ള സ്ഥലമാക്കി തീർത്തത് കണ്ടപ്പോൾ ദൈവഭവനത്തെക്കുറിച്ചുള്ള എന്റെ തീക്ഷ്ണത കൊണ്ട് ഞാൻ അത് ചെയ്തു. അനേകം നൂറ്റാണ്ടുകളായി നിലനിന്നു പോന്ന പുരോഹിതരുടെ അശ്രദ്ധ മൂലം ജനം മന്ദതയിലാണ്ടു പോയി. അതിൽ നിന്ന് അവരെ ഉണർത്താൻ അത്യാവശ്യമായിരുന്നു. എന്റെ ജനത്തെ ഒരുമിച്ചു കൂട്ടി ദൈവത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു രോദനമായിരുന്നു അത്. ഇക്കൊല്ലം ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു, എന്നാൽ ദൈവാലയം അന്നത്തേതുപോലെ തന്നെയാണെന്ന് ഞാൻ കാണുന്നു. കുറെ കൂടെ മോശമായിട്ടേയുള്ളൂ. ഇപ്പോൾ അതും കള്ളന്മാരുടെ ഗുഹ മാത്രമല്ല, അത് കുതന്ത്രങ്ങളുടെ ആസ്ഥാനമായിരിക്കുന്നു. പിന്നീട് അക്രമത്തിന്റെ കേന്ദ്രമായി തീരും. പിന്നീട് അത് വേശ്യാലയമാകും. അവസാനം സാംസണേക്കാൾ ശക്തിയുള്ള എതിരാളികളാൽ നശിപ്പിക്കപ്പെടും. വിശുദ്ധ ജനമെന്ന് വിളിക്കപ്പെടാൻ അർഹതയില്ലാത്ത ഒരു ജനതയെ ഞെരിച്ച് ഇല്ലായ്മയാക്കും. ആ സ്ഥലത്ത് സംസാരിക്കുന്നത് നിഷ്ഫലമാണ്. അവിടെ സംസാരിക്കരുതെന്ന് എന്നെ വിലക്കിയിട്ടുള്ള കാര്യവും നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു. വിശ്വാസമില്ലാത്ത ജനത, വിഷം നിറഞ്ഞ നേതാക്കൾ ദൈവഭവനത്തിൽ സംസാരിക്കുന്നതിൽ നിന്ന് ദൈവത്തിന്റെ വചനത്തെ തടയാൻ ധൈര്യപ്പെടുന്നു. എനിക്ക് വിലക്ക് കൽപ്പിച്ചു. ഏറ്റവും താഴ്ന്നവരെ പ്രതിയാണ് ഞാൻ മൗനം അവലംബിച്ചത്. എന്നെ കൊല്ലുവാൻ ഇനിയും സമയമായിട്ടില്ല. അനവധി ആളുകൾക്ക് എന്നെ ആവശ്യമുണ്ട്. എന്റെ സന്താനത്തെ, അതായത് ലോകത്തെ തങ്ങളുടെ കരങ്ങളിൽ വഹിക്കാൻ അപ്പസ്തോലന്മാർ ശക്തരായിട്ടുമില്ല. അമ്മ, കരയാതിരിക്കൂ. എനിക്കറിയാവുന്ന സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയേണ്ടി വരുന്നത്, എന്റെ നല്ല അമ്മ ഈ മകനോട് ക്ഷമിക്കൂ. ഞാൻ പറഞ്ഞില്ലെങ്കിൽ അവർ ചതിയിൽപ്പെടാൻ ഇടയുണ്ട്. ഞാൻ മൗനിയായിരുന്നു കൊള്ളാം,
എന്നാൽ ദൈവം മൗനമായിരിക്കാൻ കാരണമാകുന്നവർക്ക് ഹാ കഷ്ടം. അമ്മേ, കരയാതിരിക്കൂ. മാർജിയം, കരയരുത്. ദയവായി ആരും കരയരുതേ. എന്നാൽ എല്ലാവരും വളരെ വിഷമിച്ച് ദുഃഖത്തോടെ കരയുകയാണ്. യൂദാസ് ചുവപ്പും മഞ്ഞയും വരെയുള്ള കുപ്പായത്തിൽ മൃതനായവനെ പോലെ വിളറിയിരിക്കുന്നു. എന്നാലും സംസാരിക്കാൻ ധൈര്യപ്പെട്ട് ഏറ്റവും നികൃഷ്ടമായ മോങ്ങൽ പോലുള്ള ഒരു സ്വരത്തിൽ പറയുന്നു, ഗുരുവേ, എന്നെ വിശ്വസിക്കൂ. എനിക്ക് വിസ്മയവും ദുഃഖവുമുണ്ട്. നീ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ദേവാലയത്തിലെ ഒറ്റ ഒരുത്തിനെ പോലും ഞാൻ കണ്ടിരുന്നില്ല എന്നത് സത്യമാണ്. ഞാൻ എല്ലാവരോടുമുള്ള സമ്പർക്കമെല്ലാം വിച്ഛേദിച്ചിരിക്കുകയാണ്. എങ്കിലും നീ ഇങ്ങനെ പറയുന്നെങ്കിൽ അത് ശരിയായിരിക്കണം. യൂദാസേ, നീ സാദോക്കിനെയും കണ്ടില്ല അല്ലേ? യൂദാസ് തലയും കുനിച്ചിരുന്ന് പിറുപിറുക്കുന്നു. അവൻ ഒരു സ്നേഹിതനാണ്. അങ്ങനെയാണ് ഞാൻ അവനെ കണ്ടത്, അല്ലാതെ ദേവാലയത്തിലെ ഒരുവനായിട്ടല്ല. ഈശോ അയാൾക്ക് മറുപടി നൽകുന്നില്ല. ഐസക്കിന്റെയും എൻഡോറിലെ ജോണിന്റെയും നേർക്ക് തിരിഞ്ഞ് അവരുടെ ജോലിയെക്കുറിച്ച് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഈ സമയം സ്ത്രീകൾ കരയുന്ന മേരിയെയും മേരി കരയുന്നത് കണ്ടുകൊണ്ട് കരയുന്ന ബാലനെയും ആശ്വസിപ്പിക്കുകയാണ്. ലാസറസിനും അപ്പസ്തോലന്മാർക്കും ദുഃഖം തന്നെ. എന്നാൽ ഈശോ അവരുടെ അടുത്തേക്ക് വരുന്നു. കരുണാപൂർവം പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ് വരുന്നത്. അമ്മയെ ആശ്ലേഷിച്ചുകൊണ്ടും ബാലനെ തലോടിക്കൊണ്ടും പറയുന്നു, ഇപ്പോൾ ഞാൻ യാത്ര പറയുകയാണ്. കാരണം നാളെ പുലർച്ചെ ആകുമ്പോൾ തന്നെ ഞങ്ങൾ പോകും. ലാസറസേ, ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. മാക്സിമിനൂസേ, ജോസഫേ, ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ എൻ്റെ അമ്മയോടും ശിഷ്യരോടും കാണിച്ച ബഹുമാനത്തിന് ഞാൻ നന്ദി പറയുന്നു. ലാസറസേ, എല്ലാറ്റിനും നന്ദി. എൻ്റെ പേരിൽ മർത്തായ്ക്ക് ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹം നൽകൂ. ഞാൻ താമസിയാതെ തിരിച്ചു വരും. അമ്മേ, വരൂ, അല്പം വിശ്രമിക്കൂ. നിങ്ങളും മേരി, സലോമി വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വരൂ. തീർച്ചയായും ഞങ്ങളും വരികയാണ്. രണ്ട് മേരിമാരും ഒരുമിച്ച് പറയുന്നു. കൊള്ളാം, ഇനി കിടക്കാം. എല്ലാവർക്കും സമാധാനം. ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കൈ ഉയർത്തി ആശീർവദിച്ച ശേഷം ബാലന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടും അമ്മയെ ആശ്ലേഷിച്ചുകൊണ്ടും പുറത്തേക്ക് പോകുന്നു. ബഥനിയിലെ താമസം അവസാനിച്ചു.